2,50,000 കോപ്പി വിറ്റഴിഞ്ഞ പുസ്തകം എന്ന പരസ്യം കണ്ടപ്പോൾ അവിശ്വസനീയതയോടെ പൈങ്കിളിയാവുമെന്ന മുൻവിധിയോടെ അവഗണിക്കാനാണ് ആദ്യം തോന്നിയത്. പക്ഷെ പുസ്തകശാലയിൽ അതെന്റെ മുന്നിൽ വന്നു പെട്ടപ്പോൾ വായിച്ചു നോക്കിയിട്ട് വിധിക്കുകയല്ലേ ശരി എന്നൊരു തോന്നൽ. തീർന്നപ്പോൾ മുൻവിധിയിൽ വലിയ തെറ്റില്ല എന്ന് തോന്നുമ്പോഴും മറ്റു ചിലത് കൂടി ചിന്തയിൽ വന്നു. ബാംഗ്ലൂർ എന്ന മായാനഗരത്തിൽ IT-യോ അതുപോലുള്ള ജോലികളിലോ വന്നുപെടുന്ന ചെറുപ്പക്കാരുടെ ജീവിതം പകർത്തുന്ന ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന ഈ നോവലിൽ ഷോക്കേസിൽ എന്ന പോലെ നിരത്തുന്ന നിരവധി പോപ്പുലർ കാര്യങ്ങളുണ്ട്. നഗരത്തിലെ സ്വതന്ത്ര ജീവിതം, ഓഫീസിലും ഹോസ്റ്റലിലും ചെറുപ്പക്കാർ ഉണ്ടാക്കുന്ന സൗഹൃദങ്ങളും അവയിലെ ഇഴയെടുപ്പവും, ഇഷ്ടപ്പെട്ട കാമുകനുമൊത്തുള്ള നിമിഷങ്ങൾ, ടോക്സിക് കുടുംബ ബന്ധങ്ങളും പ്രേമബന്ധങ്ങളും, അവയിൽ നിന്ന് രക്ഷപ്പെടാൻ പലർക്കും നായികയും സുഹൃത്തുക്കളും നൽകുന്ന ഉപദേശങ്ങൾ, സ്വവർഗ പ്രേമവും അതിനെപ്പറ്റി പുതിയ തലമുറയുടെ ആരോഗ്യകരമായ കാഴ്ചപ്പാടും പഴയ തലമുറയുടെ നെഗറ്റീവ് സമീപനവും, പെൺകുട്ടികൾ മദ്യപാനത്തിന് നൽകുന്ന സ്വീകരണം, ഇങ്ങനെ നിരത്താം ഈ നോവലിലെ ജീവിത ദൃശ്യങ്ങൾ. പഴയ പൈങ്കിളി രീതിയിലേക്ക് വല്ലാതെ വഴുതി പോകാതെ കഥ പറഞ്ഞു പോകുന്നുണ്ട് നിമ്ന വിജയ്. സ്നേഹം, വിശ്വാസം എന്നിവ നഷ്ടപ്പെട്ടപ്പോൾ സ്വയം വലിച്ചെറിഞ്ഞുടയ്ക്കാൻ ശ്രമിക്കുന്ന നായിക ആത്മവിശ്വാസത്തോടെ ഭാവിയെ നേരിടാൻ തയ്യാറെടുക്കുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. പൊതുവെ ഒരു ഗുണാത്മകമായ കാഴ്ചപ്പാട് യുവതലമുറയ്ക്ക് നൽകാൻ ഈ കൃതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. മുതിർന്ന തലമുറയെ കരുതേച്ചു കാണിക്കുന്നില്ലേ എന്ന സംശയമുണ്ട്. പക്ഷെ കുട്ടികൾ ലൈംഗികമായി ദുരുപയോഗിക്കപ്പെടുമ്പോൾ മുതിർന്നവർ എടുക്കുന്ന നിലപാടിനെ കുറിച്ച് നായിക പറയുന്നത് എന്തായാലും ശ്രദ്ധിക്കണം. പേടിച്ചതുപോലെ സമയം പാഴാക്കലായില്ല നിമ്നയുടെ പുസ്തകത്തിന്റെ വായന. കഥ പറയാൻ അറിയുന്ന ആളാണ് എഴുത്തുകാരി. ആഴമുള്ള വായന ആവശ്യപ്പെടുന്ന പുസ്തകങ്ങൾ രചിക്കാൻ അവർക്ക് കഴിയട്ടെ. ജീവിതത്തിൽ കഠിന തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ പകച്ചു നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് അവനവനോടുള്ള സ്നേഹമാവണം പിടിവള്ളി എന്നൊരു പോസിറ്റീവ് നോട്ട് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.